നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ ട്രേഡ് നമ്മൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ട്രേഡിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാനൊന്ന് വിശദീകരിച്ച് തരാം. ഇവിടെ നമുക്ക് നോക്കാം. നമ്മളുടെ ഓർഡർ ബുക്കിൽ പോയി കഴിഞ്ഞാൽ നമ്മളിന്ന് ബൈ ആണ് ചെയ്തത്. അത് ചെയ്തേക്കുന്നത് 10/1 നമ്മൾ 65 ക്വാണ്ടിറ്റി 384 രൂപ 20 പൈസയ്ക്ക് ബൈ ചെയ്തു. ഞാനത് ചാർട്ടിലൊന്ന് കാണിച്ചു തരാം. ഇതാണ് 384 രൂപ 20 പൈസയ്ക്ക് നമ്മൾ ബൈ ചെയ്തു. ബൈ ചെയ്തേക്കുന്നത് ഈ കാണുന്ന റെഡ് ക്യാൻഡിലിനാണ് നമ്മൾ ബൈ ചെയ്തത്. അപ്പോൾ ഇതിനുള്ള കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പ്രൈസ് ആക്ഷൻ ലൈനിൻ്റെ തൊട്ടടുത്ത് വരുന്ന ക്യാൻഡിൽ ഏതാണോ, ഇപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വെച്ച് നിങ്ങൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഗ്രീൻ ക്യാൻഡിലിനെ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴത്തേക്കാണ് എൻട്രി എടുക്കാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്തില്ല. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇവിടെ പോയി നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് കണ്ടോ, 1.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ അത് പ്രൈസ് ആക്ഷൻ ലൈനിന് ഉള്ളിലാണ്. ഒപ്പം തന്നെ ആ ക്യാൻഡിലിൻ്റെ ഹൈയുടെ താഴത്തുമാണ്. സോ തിരിച്ചു വന്ന് വീണ്ടും അത് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ ആ ക്യാൻഡിലിൽ എൻട്രി എടുത്തില്ല. മറിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തു. ഇന്നലത്തെ ഹൈയും ലോയും, ഇന്നലത്തെ റേഞ്ചിൻ്റെ കൃത്യം മധ്യഭാഗമാണ് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ മധ്യഭാഗത്തേക്ക് മാർക്കറ്റ് വരികയും ഇവിടെ വന്നതിന് ശേഷം ഈ റെഡ് ക്യാൻഡിലിനെ തിരിച്ച് മുകളിലേക്ക് റിവേഴ്സ് ആയപ്പോൾ ഈ ക്യാൻഡിലാണ് നമ്മൾ ബൈ ചെയ്തത്. അപ്പോൾ 384.20 നമ്മൾ ബൈ ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മളുടെ 1:2. 1:2ൻ്റെ തൊട്ടടുത്ത് വരെ മാർക്കറ്റ് എത്തിയ സമയത്ത് അവിടെ നിന്ന് റിവേഴ്സ് ആകുന്ന കണ്ടപ്പോൾ നമ്മളിവിടെ താഴത്ത് വെച്ച സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്തിട്ട് മുകളിലേക്ക് വെച്ചു. അത് നമ്മൾ വെച്ചത് നമ്മളുടെ ബ്രോക്കറേജ് കാൽക്കുലേറ്ററിൽ 40 പൈസയാണ് നമുക്കിന്ന് ബ്രോക്കറേജ് ആയിട്ട് പെർ ഷെയറിൽ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഒരു 50 പൈസ നമ്മൾ കണക്ക് കൂട്ടി മുകളിലേക്ക്, അതായത് എൻട്രി ചെയ്ത പോയിന്റിൽ നിന്നും 50 പൈസ മുകളിലേക്ക് നമ്മൾ ഓർഡർ ട്രയൽ ചെയ്തു, സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തു. ആ ഓർഡർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ്, അതായത് 384.20 നിന്ന് 50 രൂപ കൂട്ടി നമ്മൾ ട്രയൽ ചെയ്തു. 50 പൈസ കൂട്ടി നമ്മൾ ട്രയൽ ചെയ്തു. അപ്പോൾ 384.70 നമ്മൾ ട്രയൽ സ്റ്റോപ്പ് ലോസ് വെച്ചു. 12:16 അതായത് കുറച്ച് മുമ്പാണ് അതിവിടെ ഹിറ്റായത്. അപ്പോൾ ഈ ക്യാൻഡിലിൽ അത് ഹിറ്റായി. അപ്പോഴും നമ്മളിന്ന് നെറ്റ് പ്രോഫിറ്റിലാണ്. 32 രൂപ 50 പൈസ നിങ്ങൾക്ക് ഇവിടെ കാണാം, പ്രോഫിറ്റിലാണ്. അപ്പോൾ നമ്മുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വരെ ചെല്ലുകയും എന്നാൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്യാഞ്ഞത് കൊണ്ടിട്ടാണ് ഇനി തിരിച്ചു പോന്നാൽ നമ്മൾ ഈ സ്റ്റോപ്പ് ലോസ് 0.5% സ്റ്റോപ്പ് ലോസ് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു. കാരണം ഇന്ന് ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വരെ ചെന്ന സ്ഥിതിക്ക് നഷ്ടമില്ലാതെ എക്സിറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഇന്ന് നമ്മളൊരു ട്രേഡ് എടുക്കാത്തതിന് തുല്യം 32 രൂപ 50 പൈസ പ്രോഫിറ്റിലാണ്. അപ്പോൾ ചാർജസ് 26 രൂപ പോകും. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കണ്ടോ 26 രൂപ ചാർജസും പോയിട്ട് ചില്ലറ നമ്മൾ പ്രോഫിറ്റിൽ തന്നെയാണ്. സോ ഈ ട്രേഡ് യാതൊരുവിധ കുഴപ്പമില്ല. നോ പ്രോഫിറ്റ് നോ ലോസ്. ഇന്നിപ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് പോയാലും മുകളിലേക്ക് പോയാലും ഒന്നും നമുക്കിനി കുഴപ്പമില്ല. നമ്മളിവിടെ 1:2 ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഹിറ്റ് ചെയ്തില്ല. അത് നമ്മളിവിടെ ക്യാൻസലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡിൽ ഇതാണ് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ മറ്റൊരു ട്രേഡുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.